നമസ്കാരം, ഹരിതഗ്രാമത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം മായമാണ്. മായം ചേരാത്ത ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ചാണ് നമ്മളെല്ലാവരും ഇന്ന് പോകുന്നത്. ഇതിനിടയിലാണ് ഒരു കൂട്ടം യുവ സംരംഭകർ ചേർന്ന് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നത്. ശുദ്ധമായ പാലും പാലുൽപ്പന്നങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാച്ചുർ ലെയിൻ ഡയറി പ്രൊഡക്റ്റ് യൂണിറ്റാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. ഫ്രിലിഷ് എന്ന ഉൽപ്പന്നമാണ് ഇതിലൂടെ അവർ വിറ്റഴിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഹരിതഗ്രാമത്തിൻ്റെ അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. നാച്ചുർ ലെയിൻ ഡയറി പ്രൊഡക്റ്റ് യൂണിറ്റിൻ്റെ മുഖ്യ സാരഥികളിൽ ഒരാളാണ് വേണുവേട്ടൻ. വേണുവേട്ടനാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. വേണുവേട്ട, ഇങ്ങനൊരു യൂണിറ്റ് ആരംഭിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമുക്ക് നല്ല പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പാലിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർത്തുകൊണ്ടാണ് ഇന്ന് പാല് മാർക്കറ്റിലുള്ളത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. ഇപ്പോൾ ഞാനൊരു ഒരു പിന്നെ കുറേ കർഷകർ കൂടിയിട്ടുള്ള വലിയൊരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു ആ സമയത്ത്, ഇപ്പോഴല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ നമ്മളെ സമീപിച്ചപ്പോൾ ഫ്രിലിഷിൻ്റെ ആളുകൾ നമ്മളെ സമീപിച്ചപ്പോൾ നല്ല പാലും ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് തന്നെ നമ്മൾ ചെയ്യുന്നതും അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ വിഷയം. എങ്ങനെയാണ് ഈ ഒരു കൂട്ടം സംരംഭകർ, അതായത് കുറച്ച് യുവാക്കളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ, എങ്ങനെയാണ് ഈ കമ്പനി ഫോം ചെയ്യുന്നത്? ഇത് കുറേ കാലമായിട്ട് ഇതിൻ്റെ ഫ്രിലിഷിൻ്റെ രണ്ടുപേര് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് പാല് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പാലും പാലിൻ്റെ പ്രൊഡക്റ്റുകളും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി കോവിഡിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇത് എന്നിവർ സമീപിക്കുന്നത്. അങ്ങനെ ഞാനും അതിന് വില്ലിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് തുടങ്ങിയൊരു സംരംഭമാണിത്. ഇപ്പോൾ നമ്മളതിൽ പിന്നെ ഒരു വലിയ നാഴികക്കല്ലുകളിലും പിന്നിട്ട് കഴിഞ്ഞു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു, നമ്മൾ 3ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ട് ഒരു ദിശാബോധത്തോടുകൂടി തന്നെ നീങ്ങുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് പാല് ഫാമുകളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നു, അത് യൂണിറ്റിൽ എത്തിക്കുന്നു, പ്രോസസ്സ് ചെയ്തിട്ട് നേരെ വീടുകളിലേക്ക് മുഴുവൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കൊട്ടിയൂർ മേഖലയിൽ നിന്ന് മാത്രമാണോ പാല്? കൊട്ടിയൂരല്ല, കൊട്ടിയൂർ നമ്മളെ ഫാക്ടറിയാണ്. പിന്നെ ഞങ്ങൾ പാല് കളക്ട് ചെയ്യുന്നത് അടക്കാത്തോട്, കേളകം, പാൽച്ചുരം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ പാല് കളക്ട് ചെയ്യുന്നത്. ഈ മേഖലയിലുള്ള ഏറ്റവും നല്ല 10ഓളം ഫാമുകളിൽ നിന്നാണ് നമ്മൾ പാല് വാങ്ങുന്നത്. പാൽച്ചുരത്ത് സ്വന്തമായി ഫ്രിലിഷിൻ്റെ ഫാം ഉണ്ട് അല്ലേ? ഫാമുണ്ട്. വയനാട് പേരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഫാമുള്ളത്. അവിടെ നിന്നുള്ള പാലും ഈ പാലും കൂടി എല്ലാ പാലുമാണ് നമ്മളിപ്പോൾ നമ്മളെ പാല് മതിയാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ പുറമേ നിന്നും കൂടി പാല് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രാവിലെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ യൂണിറ്റ്? പുലർച്ചെ 5 മണി പാല് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം 5 മണിക്ക് നമ്മളെ പിന്നെ കളക്ഷൻ ഡ്രൈവർ കളക്ട് ചെയ്യുന്നത് ഒരു വണ്ടിയുടെ ഡ്രൈവറാണ്. അദ്ദേഹം തന്നെ 5 മണിക്ക് ഇവിടെ എത്തും. ഈ ഫാമുകളിൽ നിന്ന് ഒരു 6:20, 6:10, 6:20 പാല് കളക്ട് ചെയ്ത് 6-7 മണീൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ യൂണിറ്റിലെത്തും. അത് നേരെ പിന്നെ BMCയിലേക്ക് ഒഴിക്കും. പിന്നെ അത് ആവശ്യാനുസരണം എടുത്ത് തൈരും മറ്റുൽപ്പന്നങ്ങളും ഉണ്ടാക്കും രാവിലത്തത്. ഉച്ച കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ 3:30 മണി 4 മണിയാകുമ്പോഴാണ് നമ്മൾ പാല് കളക്ട് ചെയ്യുന്നത്. അതവിടെ എത്തി 6-7 മണി വരെ പാല് BMCയിലിട്ട് തണുപ്പിച്ച് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പാല് കൊടുക്കാനുള്ള പാക്കറ്റുകളിലേക്കാക്കി അത് ശീതീകരിച്ച റൂമിലേക്ക് മാറ്റും. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ഡയറക്ടർ ബോർഡിൽ ആൾക്കാരൊന്ന് പരിചയപ്പെടും. ഇതിൽ 3 ഡയറക്ടർ ബോർഡിൽ 3 ആളുകളാണ് ഉള്ളത്. ഒന്ന് വിന്ധ്യ എന്ന് പറയുന്ന, സുഭാഷ് എന്ന് പറയുന്ന ആളെ വൈഫ് വിന്ധ്യയും, പിന്നെ ശ്രീകാന്തും, എൻ്റെ മകള് മഞ്ജുള എന്ന് പറയുന്ന 2 പെൺകുട്ടികളും ഒരു
ഒരാണുങ്ങളും ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയത്, അല്ല ഇത് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ സുഭാഷും ഞാനും ഇൻവോൾവ്ഡ് ആണ് 100%. അവർ പിന്നെ ഒഫീഷ്യലി അവരാണ് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. പക്ഷേ ചുക്കാൻ പിടിക്കുന്നത് വേണുവേട്ടനാണല്ലേ? അങ്ങനെ എവിടെയുള്ള പാലിൻ്റെ എക്സാക്ട്ലി പാല് കളക്ട് ചെയ്യുന്നതും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് കൊടുത്തു വിടുന്നതും ഒക്കെ ഞാനാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡാണ് പിന്നെ ശ്രീകാന്തും സുഭാഷും ബിന്ദിയും ഒക്കെ അടങ്ങുന്ന ആളുകൾ ചെയ്യുന്നത്. എൻ്റെ മകളതിൻ്റെ പാർട്ട്ണർ എന്ന് മാത്രമേ ഉള്ളൂ. അവളതിൽ ഒരു രീതിയിൽ ഇൻവോൾവ്ഡ് അല്ല, ഞാനാണ് അതിന് ഫുള്ളായി ഇൻവോൾവ്. വേണുവേട്ടൻ നേരത്തെ പറഞ്ഞു ക്ഷീരോത്പാദക സംഘത്തിലൊരു പ്രധാനിയായിരുന്നു, സംഘത്തിൻ്റെ തലവനായിരുന്നു എന്ന് പറഞ്ഞു. നല്ല പാല് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്? അതായത് പശുവിന്റെ തീറ്റയിലായാലും അതിന്റെ അന്തരീക്ഷ താപനില ക്രമീകരിക്കുന്നില്ല. വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം കേരളത്തിലത്തെ പിന്നെ പാലിൽ ഇപ്പോൾ പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന 2 സംസ്ഥാനങ്ങളിലെ 2 ജില്ലകൾ, ഒന്ന് പാലക്കാടും ഒന്ന് വയനാടുമാണ്. അപ്പോൾ ഈ വയനാട് ജില്ലയിൽ ഈ കോവിഡിന് ശേഷം വലിയ രീതിയിൽ പാലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞുപോയി. പാലക്കാടും അങ്ങനെ കുറഞ്ഞുപോയി. അതിൻ്റെ കാരണം ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വരികയും കോവിഡിൻ്റെ അത് കുറഞ്ഞു വന്ന സമയത്ത് അവരൊക്കെ ഇതിൽ പരാജയപ്പെട്ട് പിന്മാറുകയാണ് ചെയ്തത്. ഇതിലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ തീറ്റയാണ്. തീറ്റപ്പുല്ല്, പിന്നെ ചോളം അല്ലെങ്കിൽ പിന്നെ സൂപ്പർ നേപ്പിയർ തുടങ്ങിയ പുല്ലനങ്ങൾ ആവശ്യാനുസരണം ഇല്ലാതെ വരികയും കാലാവസ്ഥയിലുണ്ടാകുന്ന വലിയ വ്യതിയാനങ്ങളും പാലിൽ വലിയ രീതിയിലുള്ള കുറച്ചിലുണ്ടാക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള കർഷകർ ഒരുപാട് ആളുകൾ ഈ മേഖല വിട്ടൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അന്യസംസ്ഥാന പാലും ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത പാലും നമ്മൾക്കിവിടെ വാങ്ങേണ്ടി വരുന്നത്. നേരെ മറിച്ച് നാടൻ പാല് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ പാലിൻ്റെ ഉൽപ്പാദനം നടത്തുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് മാറുന്നുണ്ട്. കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത ഏറ്റവും ശുദ്ധമായ പാല് കിട്ടുക എന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷേ നമ്മൾക്കെല്ലാം പരിമിതികളുണ്ട്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കുക, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ വിഷപദാർത്ഥങ്ങൾ ആഡ് ചെയ്യപ്പെടാതെ പാല് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റാണ് നമുക്കിതിലുള്ളത്. നമ്മൾ കണ്ട ഫ്രെലിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൈ തൊടാതെ പാല് നേരിട്ട് ജനങ്ങളിലേക്ക്. അതൊരു വെല്ലുവിളി കൂടിയായിരുന്നില്ലേ തുടക്കം മുതൽ? അത് വെല്ലുവിളിയല്ല. അത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു തൊഴുത്തിൽ നിന്നും പാല് കറക്കുമ്പോൾ ഈ മിഷൻ ഉപയോഗിച്ച് കറക്കുന്ന പാലിൽ കൈ അതിൽ തൊടേണ്ട ആവശ്യം വരുന്നില്ല. അകിട് വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞതിന് ശേഷം മിഷൻ വെച്ച് കൊടുക്കും. അതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ആ മിഷൻ വെച്ച് കൊടുക്കുന്ന പാല് മിഷനിൽ കൂടി പാത്രത്തിലേക്ക് വന്ന് വീഴുന്നു. ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് നേരെ അതിൻ്റെ തൂക്കം നോക്കി നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളെ BMCയിലേക്ക് ഒഴിക്കാനാണ്. അതിൻ്റെ ഇടയിൽ അതൊരിക്കലും തൊടേണ്ട ആവശ്യം വരുന്നില്ല. തൊട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാല് പെട്ടെന്ന് കേടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ്റെ കൈകളിലെല്ലാം ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഈ കണ്ടാമിനേഷൻ വരും, ഈ പാല് കേടാവാനുള്ള സാധ്യതയുണ്ട്. അത് പരമാവധി ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഹൈജനിക്കായിട്ട് പശുവിൻ്റെ അകിഴ് കഴുകി തുടച്ച് അതിൽ മിഷൻ വെച്ച് ആ പാല് പാത്രത്തിലേക്ക് എടുത്ത് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നേരെ BMCയിലേക്ക്. അതിൻ്റെ ഇടയിൽ മറ്റ് രീതിയിലുള്ള കൈകൾ തൊടുന്ന ഒരു പ്രക്രിയ അതിലില്ല. അതുകൊണ്ട് തന്നെ അത് അത്ര വെല്ലുവിളിയല്ല. അത് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനാവും. നമ്മളിവിടുന്ന് പാല് ശേഖരിച്ച ശേഷം നേരെ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്കാണ് പോകുന്നത് അല്ലേ? അതായത് കൊട്ടിയൂർ ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. നാച്ചുറലൈൻ എന്ന കമ്പനിയിൽ ഫ്രെലിഷ് എന്ന ബ്രാൻഡ് നെയിമിൽ കൂടുതലും പാലാണ് സപ്ലൈ ചെയ്യുന്നത്. എന്താണ് ഫ്രെലിഷ് പാലിന് മറ്റുള്ള പാലുകളിൽ നിന്നുള്ളൊരു വ്യത്യാസം? രാവിലെ 5:30 മണിക്ക് പാല് കറന്ന് ഫാമുകളിൽ നിന്ന് കളക്ട് ചെയ്ത പാല് 6:20, 6:10, 6:20 ആകുമ്പോഴേക്ക് നമ്മളെ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് BMC ആണ്, ബൾക്ക് മിൽക്ക് കൂളർ. ഈ ബൾക്ക് മിൽക്ക് കൂളറിലേക്ക് നമ്മൾ ഈ പാല് ഒഴിക്കും. അത് ഇവിടെ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുത്ത് അത് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ, കറവ കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ പാല് നമ്മളെ BMCയിലേക്ക് എത്തും. അത് തന്നെയാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ റോ മിൽക്ക് സാധാരണഗതിയിൽ വളരെ റിസ്കിയാണ് കൊടുക്കല്. പക്ഷേ ഇതായിരിക്കണം അതിന്റെ പ്രോസസ്സ്. കറവ കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ BMCയിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ ഈ പാല് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അത് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് BMCയിൽ നിന്ന് അതിന്റെ തണുപ്പ് ക്രമീകരിച്ചിട്ടാണ് നമ്മൾ പാക്കിങ്ങിൽ എടുക്കുന്നത്. ഇവിടുന്ന് നേരെ പാക്കറ്റിലേക്ക്, ഇവിടുന്ന് നേരെ ഇത്
പാത്രത്തിലെടുത്തുകൊണ്ട് മെഷീനിലേക്ക് പാക്ക് ചെയ്യും, പാക്കറ്റുകളാക്കി പാക്ക് ചെയ്യും. ഏകദേശം 1 ലിറ്റർ, അര ആ ലിറ്റർ പാലിന്റെ പാക്കറ്റുകൾ അതേ സമയത്ത് തന്നെ എടുത്ത് പിന്നെ ഫ്രീസറിലേക്ക് വെക്കും. വലിയ ഫ്രീസർ ഉണ്ട് നമുക്ക്, അതിലേക്ക് വെക്കും. പിന്നെ എപ്പോഴാണോ നമ്മളത് സപ്ലൈ ചെയ്യാൻ കൊണ്ടുപോകുന്നത് അതിന് ആ സമയത്ത് മാത്രമേ അത് പുറത്തെടുക്കൂ. ഏകദേശം എത്ര മണിക്കൂർ ഇത് പുറത്ത് വെക്കാൻ പറ്റും ഈ പാല്? നമ്മളെ പാല് റോ മിൽക്ക് മാക്സിമം 3 മണിക്കൂർ മാത്രമേ നമ്മളെ പാല് പുറത്ത് വെക്കാൻ പറ്റൂ. കേടുവരും എന്നുള്ളത് 100% ആണ്. ഇനി അഥവാ ഈ പാലിങ്ങനെ ഈ റോ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന പാല് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും കേടാകുന്നില്ലെങ്കിൽ ഉറപ്പിക്കാം അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട് എന്ന്. സാധാരണഗതിയിൽ നമ്മൾ ഈ പാലിന്റെ ആയുസ് 3 മണിക്കൂറാണ് പുറത്ത് വെച്ചാൽ ഉറപ്പായിട്ട് കേടാവും. ഈ റോ മിൽക്കും ടോണ്ട് മിൽക്കും തമ്മിലൊരു വ്യത്യാസമാണ്. റോ മിൽക്ക് എന്ന് പറയുന്നത് പശുവിനെ കറന്നെടുത്തിട്ട് അതേ സമയത്ത് തന്നെ തണുപ്പിച്ചെടുത്ത് കൊടുക്കുന്ന പാല്. ടോണ്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ ടോണ്ട് മിൽക്കിൽ നമുക്കറിയാം മാർക്കറ്റിൽ ഇടുന്ന പല പാലുകളിലും പാൽപ്പൊടി ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കൊഴുപ്പ് ക്രമീകരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാൽ എന്താണോ പശുവിൻ്റെ അകിടിൽ നിന്ന് കിട്ടുന്ന പാൽ എന്താണോ അത് തന്നെ ശീതീകരിച്ച് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത്. അതിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല, അതിൽ പാൽപ്പൊടി ആഡ് ചെയ്യുന്നില്ല. ആസറ്റിസ് എന്താണോ കിട്ടുന്ന പാല് അതുപോലെ, അത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ രാവിലെയും വൈകുന്നേരവും കറവ കഴിഞ്ഞെടുക്കുന്ന പാല് മുഴുവൻ സപ്ലൈ ആണോ അല്ലെങ്കിൽ? അല്ല, രാവിലെ എടുക്കുന്ന പാലിന് 2 രീതിയിലാണത്. രാവിലെ എടുക്കുന്ന പാലിന് കൊഴുപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ പാൽ ഉപയോഗിക്കുന്നത് തൈര് ഉണ്ടാക്കാനും മറ്റാവശ്യങ്ങൾക്കും, അതുപോലെ തൈര്, മോര്, വെണ്ണ അങ്ങനെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരത്തെ പാലിന് കൊഴുപ്പ് കൂടുതലുള്ള പാലായിരിക്കും വൈകുന്നേരം കിട്ടുക. ആൾട്ടർനേറ്റീവ്ലി കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരത്തെ പാല് നമ്മൾ പൂർണ്ണമായിട്ടും സപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഏകദേശം എവിടെയൊക്കെയാണ് സപ്ലൈ ഉള്ളത്? സപ്ലൈ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് തലശ്ശേരി, കതിരൂർ ഭാഗങ്ങളിൽ, തലശ്ശേരി വരെ, മാഹി വരെ. കൊട്ടിയൂർ യൂണിറ്റിൽ നിന്ന് അല്ല, അവിടെ കൊട്ടിയൂർ മുതൽ പേരാവൂർ വരെ നമ്മളെ ഇവിടുന്ന് തന്നെ സപ്ലൈ ഉണ്ട്. പേരാവൂർ, നെടുമ്പോയിൽ വരെ. അതിനുശേഷം കതിരൂരിൽ ഫ്രീലിഷ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളെ കമ്പനിയാണത്. അത് അവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഫ്രീലിഷാണ്. മാഹി വരെ ഉണ്ട്. മാഹി വരെ പോകുന്നുണ്ട്. ഇതാണ് പാക്കിംഗ് യൂണിറ്റ് അല്ലേ? ഇവിടുന്നാണ് പാൽ എത്തിയിട്ട് പാക്കിലേക്ക് മാറ്റുന്നത്. ഒരു ദിവസം എത്ര പാല് പാക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പോ 400ഓളം പാക്കറ്റുകൾ ചെയ്യുന്നുണ്ട്. 400ഓളം പാക്കറ്റ് 500. അപ്പൊ 200 ലിറ്റർ 250 ലിറ്റർ പാല് നമുക്ക് റോ മിൽക്ക് ആയിട്ട് 500 400 പാക്കറ്റുകൾ 400-450 പാക്കറ്റ് ഒരു ദിവസം പോകും. അത് 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ തണുത്ത പാല് ക്യാനിൽ കൊണ്ടുവരും. കൈകൊണ്ട് തൊടാതെ നേരെ മെഷീനിലേക്ക് കൊടുക്കും. മെഷീൻ പാക്കറ്റ് ചെയ്യും, അത് പാക്കറ്റ് ആക്കും. പാക്കറ്റ് ചെറിയ ട്രേകളിൽ അടുക്കി വെച്ചിട്ട് നമ്മളെ പിന്നെ കറക്റ്റ് ആയിട്ട് ഡേറ്റും കാര്യങ്ങളെല്ലാം അതിന്റെ സൈഡിൽ ഉണ്ടാവും. ഡേറ്റ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും. 500 ml ആണത്. 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. 2 മില്ലി അങ്ങോട്ടും 2 മില്ലി ഇങ്ങോട്ടും. സാധാരണ ഇതിൽ കൂടുതലാണ് ഉണ്ടാവുക, കുറവില്ല. പാല് നമ്മൾ നേരത്തെ പറഞ്ഞു പാല് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാലിന് പുറമെ മറ്റെന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? പാലിന് പുറമെ നെയ്യ്, തൈര്, മോര്, യോഗട്ട്, ഇത്രയും സാധനങ്ങളാണ് പാലിന് പുറമെ നമ്മൾ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. കൂടുതലായിട്ടും തൈരാണോ പോകുന്നത്? തൈര് പോകുന്നുണ്ട്. തൈര് നമ്മൾ ഹോട്ടലുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാക്കറ്റ് തൈരുണ്ട്. അതുപോലെ കപ്പ് തൈര്, അതിൽ പിന്നെ യോഗട്ട് എന്നാണ് പറയുക, കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള തൈര്, കട്ടത്തൈര്, പുളി കുറഞ്ഞത്. പുളി ഉണ്ടാവില്ല അതിന്, തീരെ ഉണ്ടാവില്ല. കൂടുതലും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലുള്ള അതേ സ്ട്രക്ചറിലാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതില് എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? അതായത് കട്ടത്തൈര് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ? പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ കൾച്ചറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഈ തൈരാവാൻ വേണ്ടി കൾച്ചറാണ് ആഡ് ചെയ്യുന്നത്, മറ്റൊന്നും ആഡ് ചെയ്യില്ല. അത് വലിയ തോതിൽ ഹോട്ടലിലേക്ക് കൊടുക്കുന്നു. ബൾക്കായിട്ട് ഹോട്ടലിലേക്ക് 10 ലിറ്റർ 15 ലിറ്ററിന്റെ പാക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട് ബൾക്കായിട്ട് ആവശ്യമുള്ളവർക്ക്. അതുപോലെയുള്ള കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ 20-25 ലിറ്ററിന്റെ കൊടുക്കും. ചെറിയ പാക്കറ്റിന്റെ 500 മില്ലിയുടെ പാക്കറ്റ് ഉണ്ട്. 450 മില്ലിയുടെ യോഗട്ടിന്റെ കപ്പ് ഉണ്ട്. അതാണ് 2 ഐറ്റംസ് അതിലേക്ക്. പുറത്തുനിന്നുള്ള റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? റേറ്റ് എല്ലാത്തിനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എല്ലാം
ഏകദേശം പുറത്തുള്ള പ്രൊഡക്റ്റും ഫ്രില്ലിഷിന്റെ പ്രൊഡക്റ്റ് ആയാലും റേറ്റ് എല്ലാം അല്ലല്ല, ഇത് മാർക്കറ്റിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് കൂടുതലൊന്നും അല്ല. ഇതാണ് അപ്പോൾ തൈര് സൂക്ഷിക്കുന്ന സ്ഥലം. ഇത് തൈര് നമ്മൾ പാലിൽ കൾച്ചർ ചേർത്ത് വെച്ചിട്ട് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്കാണ് നമുക്ക് ഇതിലേക്ക് കയറേണ്ടത്. ഇതുപോലെ നമ്മൾ ആ ചൂട് ക്രമീകരിച്ചിട്ട് ഇതിലേക്ക് വെക്കുക ചെയ്യുക. ചൂടിലാണ് വെക്കുന്നത്. ക്രമീകരിക്കും, ചൂടോട് കൂടിയിട്ടാണ് വെക്കുക. 8 മണിക്കൂർ ഇതിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈരായിരിക്കും, കട്ട തൈരാവും. അതെടുത്തിട്ട് നേരെ ഞങ്ങൾ നമ്മളെ ഫ്രീസറിലേക്ക് വെക്കും. ഇവിടുന്ന് പാക്ക് ചെയ്ത് നേരെ സപ്ലൈക്ക് പോകും. പാക്ക് ചെയ്തിട്ട് ഇതിനുള്ളിലാണ് ഉള്ളത്. പാക്ക്ഡ് ആണ്, ഓൾറെഡി പാക്ക്ഡ് ആണ്. ആ പാക്ക് ചെയ്യുന്നത് ഞങ്ങൾ എടുത്ത് ട്രയൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും. എപ്പോഴാണോ കൊണ്ടുവന്ന് ആ സമയത്ത് നമുക്കത് നോക്കാല്ലേ. ഇത് നമ്മളെ പിന്നെ ഫ്രിലിഷിന്റെ കട്ടത്തൈരാണ്. ഇതാണ് പിന്നെ യോഗട്ട് എന്ന് പറയുന്നത് സാധനം. 400 മില്ലിയുടെ പാക്കറ്റ്, 400 മില്ലിയുടെ യോഗട്ടാണിത്. ഇത് വളരെ പുളി കുറവായിരിക്കും, ഇതിൻ്റെ ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ തൈര് ഐറ്റംസ് ആണ്. ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ തൈര് ഇതുപോലെയുള്ള പാക്കറ്റ് തൈരുണ്ട്. നമ്മൾ പുറമെ കാണുന്നത് സാധാ തൈര്. ഇതും 400 മില്ലിയാണ്, 450 മില്ലി. 450 മില്ലി. റേറ്റ് കപ്പ് തൈരായാലും ഇതായാലും വ്യത്യാസം റേറ്റ്? ഡേറ്റിന് വ്യത്യാസമൊന്നും റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇതിന് കുറച്ച് കുറവായിരിക്കും, ഇതിന് കുറച്ച് കൂടുതലായിരിക്കും. അതാണ് കുറച്ചും കൂടെ. ഇതിൽ നമ്മൾ കുറച്ച് പിന്നെ ഈ കട്ടയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി ആഡ് ചെയ്യുന്നു. ഇതാണ് ഹോട്ടലുകളിലേക്ക് പോകുന്നത്, ബൾക്കായിട്ട് കൊടുക്കുന്നതായിരുന്നു. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതുപോലെ ഉണ്ടാവും. ഇത് വേണ്ട, സ്ട്രക്ചർ നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും. നമ്മൾ ഐസ്ക്രീം പോലെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. 5 ലിറ്ററിന് ഒരു ലിറ്ററിന് 60 രൂപയാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, എക്സ്ട്രാ ചാർജ്. ഇവിടെ ഞങ്ങൾ ഇവിടെ 60 രൂപയാണ് 1 ലിറ്ററിന്. ഫ്രെലിഷിന്റെ പശുവിൻ നെയ്യ് ഉപയോഗിക്കുന്നവർക്കെല്ലാം നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടു. എന്തെങ്കിലും ട്രേഡ് സീക്രട്ട് ഉണ്ടോ ഇതിന്റെ? ട്രേഡ് സീക്രട്ട് ഒന്നുമില്ല. തികച്ചും പരമ്പരാഗത രീതിയിലാണ് നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കുന്നത്. പിന്നെ സാധാരണ കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത രീതിയുണ്ട്, തൈര് കടഞ്ഞിട്ട് നെയ്യ് എടുക്കുക എന്നുള്ളത്. നമ്മൾ ആ രീതി തന്നെയാണ് അനുവർത്തിക്കുന്നത്. പാലിൽ തൈരൊഴിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി തൈര് കടഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന വെണ്ണ ഒരുക്കിയിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അതും പിന്നെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ബഹുഭൂരിപക്ഷം നെയ്യുകളും എടുക്കുന്നത് പാലിൽ നിന്ന് ക്രീം എടുത്തിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരെ തിരിച്ച് തൈര് കടഞ്ഞിട്ട് അതിൽ നിന്ന് വെണ്ണയെടുത്ത് വെണ്ണ ഒരുക്കിയിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മളതും മറ്റ് നെയ്യായിട്ടുള്ള വ്യത്യാസം. ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഉരുളിയിലാണ് സാധാരണ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കേണ്ടത്. ഓട്ടുരുളിയാണ്. ഓട്ടുരുളിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ വിറകിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഗ്യാസിൽ ഓട്ടുരുളി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായി ചൂടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇൻഡാലിയം വെച്ചിട്ടുള്ളത്. രണ്ടും ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ രീതി. ഇങ്ങനെ എടുത്താലേ നെയ്യ് അതിൻ്റെ മണവും രുചിയും ഗുണവും കിട്ടും. ഈ ആദ്യം പറഞ്ഞു പാലിന് ക്രീം എടുത്തതിന് ശേഷമാണ് മറ്റ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഇവിടെ നേരിട്ട് തൈര് കടഞ്ഞതിന് ശേഷം അത് വെണ്ണ നെയ്യ് ഉരുക്കുന്നതാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം? രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു പരമ്പരാഗത രീതിയിലുള്ള നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാക്കുന്ന നെയ്ക്ക് നല്ല ഭയങ്കരമായ മണം ഉണ്ടാവും. ഇന്ന് വാങ്ങുന്ന നിങ്ങൾക്ക് ടൗണിൽ നിന്ന് ഒരുപാട് ബ്രാൻഡുകളിലുള്ള നെയ്യ് കിട്ടും. ആ നെയ്ക്കൊന്നിനും ആ മണമോ രുചിയോ ഉണ്ടാവില്ല. കാണാൻ നെയ്യുടെ എല്ലാ പിന്നെ ടെക്സ്ചർ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ മണവും രുചിയും ഗുണവും എല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൈരിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന നെയ്ക്ക് മാത്രമേ ആ മണം കിട്ടൂ. അല്ലാത്തതിനൊന്നും ആ സ്മെല്ലോ ആ ഗുണമോ കിട്ടില്ല. അതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ എത്ര മണിക്കൂർ എടുക്കും ഇതൊരു നെയ്യ്? രാവിലെ 9 മണിക്ക് അടുപ്പ് കയറ്റി കഴിഞ്ഞാൽ 4:30-5 മണി വരെ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആണെങ്കിൽ 5 മണി വരെ ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം വറ്റി, ഇത് പൂർണ്ണമായിട്ടും വെള്ളം വറ്റി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അരമണിക്കൂർ കൂടി പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നെയ്യാവും.
നേരത്തെ നമ്മൾ പറഞ്ഞു കൊട്ടിയൂർ ഈ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്ന് മാഹി വരെ പാല് എത്തിക്കുന്നുണ്ട്, പാലും പാലുൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഡെലിവറി കാര്യങ്ങൾ, ഡോർ സ്റ്റെപ്പ്? ഇവിടെ നിന്ന് ഏകദേശം നെടുമ്പോയിലിനപ്പുറം വരെ നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് തന്നെ നേരിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫ്രീലിഷ് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ തന്നെയാണത്. അത് കതിരൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെയുള്ള ഡോർ ടു ഡോർ ഡെലിവറി നടത്തുന്നത്. അവിടെ അതിനുള്ള സംവിധാനങ്ങൾ മറ്റൊരു സംവിധാനമുണ്ട്. ഇവിടുന്ന് നെടുമ്പോയിൽ വരെയുള്ളത് ഞങ്ങൾ നേരിട്ടും അതിനുശേഷം ഫ്രീലിഷിൻ്റെ ഞങ്ങൾ തന്നെ ഫ്രീലിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ അവിടെയാണ് അത് ചെയ്യുന്നത്, കതിരൂർ വെച്ചിട്ട്. ഫ്രീലിഷിൻ്റെ കതിരൂരിലെ വർക്കിംഗ് പാർട്ട്ണർ രവിയേട്ടന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. രവിയേട്ട, എങ്ങനെയാണ് ഡെലിവറി കൃത്യതയോടെ ഇത്രയും കാലമായി ചെയ്തു വരുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് നമ്മുടെ ഈ പാല് കൊട്ടിയൂർ പ്ലാന്റിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് നമ്മൾ കൃത്യമായിട്ട് ഓൺ പ്രൊഡക്ഷൻ ആയത് കാരണം അത് മുടങ്ങാതെ നമ്മൾ ദിവസവും ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്കൊരു ടീമുണ്ട്, ഒരു ഡെലിവറി ബോയ്സ് ഉണ്ട്, ഒരു ടീം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർ കൃത്യമായിട്ട് ഓർഡർ പ്രകാരം കസ്റ്റമർ കെയറിൻ്റെ ഓർഡർ പ്രകാരം ഓരോ റൂട്ടിലേക്കുള്ള ഓർഡർ പ്രകാരം കൃത്യമായിട്ടത് കുട്ടികൾ ഡെലിവറി ചെയ്യും. അത് കാരണം കഴിയുന്നതും ഈ ഓർഡർ മുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ പഫ് ബോഡി ആയത് കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ അതേപോലെ നിൽക്കും. കൊട്ടിയൂർ എന്ന് പറയുന്ന അതേ ഫ്രഷ് പാല് തന്നെ ഇവിടുന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസവും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും, അതെന്താണ് ചെയ്യാറ്? സാധാരണഗതിയിൽ പാല് അങ്ങനെ ബാക്കി വരാറില്ല. കാരണം കറക്റ്റ് ഓർഡർ പ്രകാരമാണ് നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്നത്. കൊട്ടിയൂരിൽ നിന്ന് ഓരോ ദിവസമായിട്ട് കറക്റ്റ് എത്ര ഡിമാൻഡ് അത് പ്രകാരമാണ് ഓർഡർ കൊടുക്കുന്നത്. അത് പ്രകാരമാണ് ഇവിടെ പാല് വരുന്നത്. അതുമാത്രമല്ല, ഈ പാല് മിൽക്ക് ഫ്രഷ് റോ മിൽക്ക് ആയത് കാരണം കൂടുതൽ സമയത്ത് വെക്കാൻ പറ്റില്ല. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് കേടായി പോകും. അത് കാരണം 1-2 പാക്കറ്റ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ലീക്കോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് 2 പാക്കറ്റോ മറ്റോ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ അത് ലോക്കലിൽ അത് കൊടുത്തൊഴിവാക്കും. പിന്നെ തൈരും നമ്മൾ മിക്കവാറും ഡിമാൻഡ് പ്രകാരമാണ് ഓർഡർ കൊടുക്കുന്നത്. പിന്നെ തൈര് ഹോട്ടലിലൊക്കെ കൊടുക്കുന്ന തൈര് അത്യാവശ്യം ബാക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീസറുണ്ട്, ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യും. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ വീടുകളിലേക്ക് നേരിട്ട് ഡെലിവറി ചെയ്യുന്നത്? അതല്ലാതെ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ടോ? ഈ വീടുകളിൽ സപ്ലൈ അല്ലാതെ പുറത്ത് വിപണിയിലേക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? വീടുകളിൽ നമ്മൾ ശുദ്ധമായ പശുവും പാലാണ് വീടുകളിൽ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ അവർക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നെയ്യ്, മോര്, തൈര് ഇങ്ങനെയുള്ള ഇതും കൊടുക്കാറുണ്ട്. വീടുകളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. 6-7 റൂട്ടിൽ നമ്മളെ വണ്ടി രാവിലെ ഇവിടുന്ന് പോകും. പാല് കറക്റ്റ് 5 മണിയാകുമ്പോൾ ഇവിടെ എത്തും. അതിനുശേഷം ഓരോ റൂട്ടിലേക്ക് തലശ്ശേരി, കൂത്തുപറമ്പ്, കുയ്യാലി, പാനൂർ, 4 മൈൽ, കതിരൂർ ഇവിടെയൊക്കെ വണ്ടികളിൽ ഡെലിവറി ബോയ്സ് പോകും. അതിനുശേഷം ഒരു 6-7 മണിയാകുമ്പോഴേക്കും ഡെലിവറി തീർക്കും. ഒരു 300-300ൻ്റെ മേലെ ഇപ്പം ഡെലിവറി പോകുന്നുണ്ട് വീടുകളിലേക്ക്. അതുകൂടാതെ തൈരും അവരുടെ ഡിമാൻഡ് പ്രകാരം തൈരും നെയ്യും നമ്മൾ ഡെലിവറി ചെയ്യാറുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഗ്ലാസ് ബോട്ടിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അതിൻ്റെ മെയിൻ്റനൻസും കാര്യം പൊട്ടുന്ന ബ്രോക്കൺ കൂടുതലാകുന്നു. അത് കാരണം ഇപ്പോൾ പാക്കറ്റ് ആക്കിയിട്ടുണ്ട്. പാക്കറ്റ് സെയിം ക്വാളിറ്റിയിലൊന്നും ഒരു മാറ്റമില്ല. അതേ സെയിം പശുവും പാല് ഇപ്പോൾ പാക്കറ്റിലാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ഓർഡർ കിട്ടിയിട്ടില്ല. ഓർഡർ പ്രകാരം ഇനിയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇനിയും അത് കൂടുതലായിട്ട് കൊടുക്കേണ്ട നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രവിയേട്ട, അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? നിലവിലുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ടോൺ മിൽക്ക്, കപ്പ് കേട്, പാക്കറ്റ് കേട്, ശുദ്ധമായ പശു നെയ്യ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂട്ടർ ആര് വേണമെങ്കിലും നമുക്ക് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുണ്ട് 80 86 13 32 22. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെ വേണമെങ്കിലും നമ്മളത് കൊടുക്കാൻ തയ്യാറാണ്.
ഏതൊരു സംരംഭത്തിന് പിന്നിലെ വിജയം അവരുടെ കസ്റ്റമേഴ്സാണ്. ഫ്രെലിഷിൻ്റെ കസ്റ്റമേഴ്സിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നോക്കാം. ഞാനിപ്പോൾ ഒരു വർഷമായി പാല് വാങ്ങാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേനും ഓടിയെത്തുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പാല്, നെയ്യ്, തൈര് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഈ പാല് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെ ഉൽപ്പന്നം വേറെ തൈര്, നെയ്യ്, പനീർ, ഇത് 3 വാങ്ങിക്കുന്നത്. നല്ല സാധനമാണ്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ദിവസം അവർ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ പേയ്മെൻ്റ് എല്ലാം ഓൺലൈനായിട്ട് പേയ്മെൻറ്റാണ്. ഉൽപ്പന്നം നല്ലതാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരും നെയ്യും പാലും. ആദ്യത്തെ 1-2 മാസം ഞാൻ ഈ പാലിൻ്റെ അകത്ത് തന്നെ പാൽ തിളപ്പിച്ചിട്ട് പാൽപ്പാട മാറ്റിയിട്ട് തൈരും നെയ്യാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ഉൽപ്പന്നം തന്നെയായിരുന്നു. പിന്നെ ഇവരെന്നെ നെയ്യ് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ അത് ഉപയോഗിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഭാഗത്തെല്ലാം വന്ന് ക്യാൻവാസ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ പാല് വാങ്ങുന്നുണ്ട്. 2 ലിറ്റർ പാല് വാങ്ങും. ഇപ്പം 2 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ പാല് കുപ്പിയിലാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ഈ കവറിലേക്ക് മാറിയത്. കുപ്പി അത് അവർക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. നല്ല പാലാണ്. പാല് രാവിലെ തന്നെ എത്തും. നാടൻ പാൽ തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ നെയ്യും കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ അടുത്ത് ഇതിൻ്റെ തൈര് കാര്യങ്ങളിലുണ്ട്. നമ്മൾ നെയ്യും പാലുമാണ് വാങ്ങുന്നത്. നല്ല സാധനമാണ്. 2 പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങുന്നത്. നല്ല സാധനമാണ്. 2 നല്ല ഉൽപ്പന്നമാണ്. നല്ല നാടൻ പാൽ തന്നെയാണ്. മറ്റുള്ള പാലിനെക്കാട്ടി അപേക്ഷിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല പാൽ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേ ഉള്ള ഒരു കസ്റ്റമറാണ്. കാരണം പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ട് എനിക്കത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും എൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, SS റോഡ്, തലശ്ശേരി, ചരക്കര ഭാഗങ്ങളിലുള്ള എല്ലാവരും എൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അവരെല്ലാം ഉപയോഗിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാല് കാച്ചിയിട്ട് വെച്ചാൽ പിറ്റേന്ന് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ ശരിക്ക് വെണ്ണയും എല്ലാം ഉണ്ടാവും. ഇങ്ങനെ നെയ്യെല്ലാം നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല അതേ പറയാനുണ്ട്. ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പാല് തന്നെ കാച്ചിട്ടോ അല്ലെങ്കിൽ കാച്ചാണ്ടോ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കേടാവും. അധിക സമയം ഇങ്ങനെ മറ്റ് ഉൽപ്പന്നങ്ങൾ നിൽക്കുന്ന പോലെ ഈ പാല് നിൽക്കില്ല. അപ്പോൾ ഞാൻ കേടാകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എൻ്റെ അനുഭവമാണ്. പിന്നെ മെയിൻ ഇതിൻ്റെ സപ്ലൈസ് റിയലി നല്ല കുട്ടികളാണ്. ഈ ഫ്രെലിഷ് പാലും നെയ്യും മോരും ഒക്കെ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് അവരുടെ പ്രോംപ്റ്റ്നെസ്സാണ്. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഡെലിവറി തരുന്നുണ്ട്. രണ്ടാമത് ഇത് കെമിക്കലോ മറ്റൊന്നും ചേർക്കാതെ, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വരുന്ന ഫ്രഷ് ആയിട്ടുള്ള പാലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ വന്നാൽ ഉടനെ തന്നെ അത് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 1-2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. കൂടുതൽ വരുമ്പോൾ സാധാരണഗതിയിൽ 1 ദിവസം കൊണ്ട് തീരുന്ന പാലാണ് വാങ്ങുന്നത്. അങ്ങനെ നെയ്യാവട്ടെ, തൈരാവട്ടെ, മോരാവട്ടെ എല്ലാം തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പാലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡെലിവറി കിട്ടി ഇവിടെ ഇങ്ങനെ എൻ്റെ ഡോർ സ്റ്റെപ്പിൽ കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ 6:30 എന്ന് പറഞ്ഞാൽ 6:30 10 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പക്ഷെ അവരോട് പോവും, ഒരു സ്ഥലം പറഞ്ഞിട്ട് പോകും. ആ സമയത്ത് ഞാനിവിടെ ഇറങ്ങി വരികയും ചെയ്യും. ഞങ്ങൾക്കിതുവരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നില്ല. വെരി ഗുഡ് സർവീസ് ജഗിനി. പിന്നെ എന്താണ് ഫ്രെലിഷിൻ്റെ ഇനി ഫ്യൂച്ചറായിട്ട് തയ്യാറാക്കാൻ പോകുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു പാല് ഓൾറെഡി ഉണ്ട്. പാൽ ഉൽപ്പന്നങ്ങളായ തൈര്, മോര്, നെയ്യ്,
അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ കൂടുതൽ എന്തൊക്കെയാണ് ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ടോണ്ട് മിൽക്കാണ് എല്ലാവർക്കും പാല് കേടാവാത്ത പാലല്ല ആവശ്യം. അതുകൊണ്ട് ടോണ്ട് മിൽക്കിനുള്ള മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് ടോണ്ട് മിൽക്ക് ഉണ്ടാക്കാനും അതിനുശേഷം ഐസ്ക്രീം പോലെയുള്ള കാര്യങ്ങൾ, പനീർ, ഇപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഉണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ പനീറിന് നല്ല സ്കോപ്പാണ്. അപ്പോൾ പനീർ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തുകൊണ്ട് പനീർ, സിപ്പപ്പ്, ഐസ്ക്രീം, ടോണ്ട് മിൽക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലാനുകൾ ഇപ്പോൾ ഉള്ളത്. അത് വലിയ താമസമില്ലാതെ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നാച്ചുറൽ ലൈൻ പ്രൊഡക്റ്റ് യൂണിറ്റ് കുറച്ചും കൂടെ വിപുലപ്പെടുത്തേണ്ടതില്ലേ? കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞത്. അത് ഈ പറഞ്ഞതാണ് ഞങ്ങൾ ഭാവിയിൽ ആഗ്രഹിക്കുന്നത്. ടോണ്ട് മിൽക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ സ്ഥല സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ യൂണിറ്റിൽ അതിനുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഓൾറെഡി സ്ഥലം നമ്മൾ ഉപയോഗിക്കാതെ നിൽക്കുന്ന ഉണ്ട്. അപ്പോൾ അത് പിന്നെ കൂടുതൽ മേഖലകളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു ഐഡിയ. ഇപ്പോൾ നമ്മൾ ഈ കണ്ണൂർ ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളിലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഞങ്ങളുടെ കുറേ കൂടി പ്രൊഡക്റ്റുകൾ അതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മറ്റ് മേഖലകളിലേക്ക് കടക്കാനുമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ തൊഴിൽ സാധ്യതകൾ കൂടി ഈ നാച്ചുറൽ ലൈൻ പ്രൊഡക്റ്റ് യൂണിറ്റ് മറ്റുള്ളവർക്ക് മുൻപിലേക്ക് വെച്ച് നീട്ടുന്നുണ്ടല്ലേ? ഉറപ്പായിട്ടും. ഇതാണ് ഫ്രെലിഷിൻ്റെ ഒരു വിജയഗാഥ. ഹരിതഗ്രാമത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.